വെൽക്കം ടു KS Mentor. നമ്മുടെ എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് നൊബേൽ പ്രൈസസ് എന്ന് പറഞ്ഞാൽ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ റിപ്പീറ്റഡായിട്ട് പല മേഖലകളിൽ നിന്ന്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മെഡിസിൻ, ഈ പല മേഖലകളിൽ നിന്നൊക്കെയുള്ള നൊബേൽ പ്രൈസുകളുടെ വിന്നേഴ്സ് ആരാണ്, അവർക്ക് കിട്ടിയ ഡിസ്കവറീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാം പേപ്പറിൽ പല കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇതുവരെ നമുക്ക് 2023 നൊബേൽ പ്രൈസസിന്റെ വിന്നേഴ്സും അവരുടെ കണ്ടെത്തലുകളൊക്കെ എന്തെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒക്ടോബറിലാണ് 2024 നൊബേൽ പ്രൈസസ് അനൗൺസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാറ്റഗറിയിലും ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത്, എന്ത് ഡിസ്കവറിക്കാണ് അവർക്ക് അവാർഡ് കിട്ടിയത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തേത് കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് വിന്നേഴ്സും അവരുടെ ഡിസ്കവറിയാണ് നമ്മൾ നോക്കുന്നത്. ഡേമിസ് ഹസാബസിനും ജോൺ ജെമ്പറിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടും അതുപോലെ ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിന് വേണ്ടിയിട്ടാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കെമിസ്ട്രിയിലെ ഒരു നൊബേൽ പ്രൈസ് അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് സ്വീഡനിലുള്ള റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് ഇത് അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഡേമിസ് ഹസാബസിനും ജോൺ ജെമ്പറിനും അതുപോലെ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിന് ഡേവിഡ് ബേക്കറിനുമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ നമ്മുടെ ബോഡിയിൽ പല കാറ്റബോളിക് പ്രോസസ്സും ആനബോളിക് പ്രോസസ്സും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ ടൂൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഈ ഒരു ഡിസ്കവറിയോട് കൂടി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ഇപ്പം പ്രോഗ്രസിംഗ് ആണ്. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്യാനായിട്ടുള്ള എൻസൈമിന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഇൻവെൻഷൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ കണ്ടല്ലേ. അടുത്തത് വരുന്നത് ഫിസിക്സിലാണ്. അപ്പം ഈ ഫിസിക്സിലെയും കെമിസ്ട്രിയുടെ പോലെ തന്നെ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് സ്വീഡനിലുള്ള റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് ഫിസിക്സിലെയും അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ജെഫ്രി ഹിൻറ്റണിനും ജോൺ ഹോപ്ഫീൽഡിനുമാണ്. ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ഫൗണ്ടേഷണൽ ഡിസ്കവറിക്ക് വേണ്ടിയിട്ടും അതിന്റെ ഇൻവെൻഷൻസ് ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവാർഡ്, അതായത് ഈ ഒരു കണ്ടെത്തലുകൾ അവർ നടത്തിയത് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ നമ്മുടെ ന്യൂറോൺസ് വഴി ഇലക്ട്രിക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജസ് ഇലക്ട്രിക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആ ഒരു ബേസിക് ആയിട്ടുള്ള ബ്രെയിനിന്റെ സ്ട്രക്ചറിന്റെ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിസത്തിൽ കൊണ്ടുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഈ ഒരു ഫൈൻഡിങ്, ആ ഒരു ഇൻവെൻഷൻ അവർ നടത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിയിലെയും അവാർഡ് വിന്നേഴ്സ്, നൊബേൽ പ്രൈസ് അവാർഡ് വിന്നേഴ്സിനെ കണ്ടു. അടുത്തത് വരുന്നത് മെഡിസിനിലാണ്. മെഡിസിനിൽ ഇത്തവണ അവാർഡ് കിട്ടിയിട്ടുള്ളത് വിക്ടർ അംബ്രോസിനും ഗാരി റുക്കിനുമാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത് സ്വീഡിഷ് സയൻസ് അക്കാഡമി അല്ല, ദ നൊബേൽ അസംബ്ലി അറ്റ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്വീഡനിൽ തന്നെയുള്ള നൊബേൽ അസംബ്ലി അറ്റ് കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മെഡിസിന് വേണ്ടിയിട്ടുള്ള നൊബേൽ പ്രൈസ് അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയ രണ്ട് സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്? വിക്ടർ അംബ്രോസും അതുപോലെ ഗാരി റുക്കിനും ആണ്. വിക്ടർ അംബ്രോസും ഗാരി റുക്കിനും 2002 നൊബേൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുള്ള റോബർട്ട് ഹോർവിറ്റ്സിന്റെ സയൻസ് ലബോറട്ടറിയിലെ പോസ്റ്റ് ഡോക്ടർ ഫെലോസ് ആയിരുന്നു വിക്ടർ അംബ്രോസും ഗാരി റുക്കിനും. ഓക്കെ, അപ്പം അവർക്ക് 2002 തുടങ്ങിയ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു 2024 നൊബേൽ പ്രൈസ് കിട്ടുന്നത്. എന്ത് സ്റ്റഡിക്കാണ്, എന്ത് ഡിസ്കവറിക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്? ഫോർ ദ ഡിസ്കവറി ഓഫ് മൈക്രോ RNA. ഓക്കെ, മൈക്രോ RNAയുടെ ഡിസ്കവറിക്കും അതുപോലെ ഈ മൈക്രോ RNA പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷൻ, ഓക്കെ, ജീൻ റെഗുലേഷൻ മെക്കാനിസത്തിലെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനിൽ ഈ മൈക്രോ RNA എന്തൊക്കെ പങ്ക് വഹിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഡിസ്കവറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നീണ്ട ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വിക്ടർ അംബ്രോസിനും ഗാരി റുക്കിനുമാണ് കിട്ടിയിട്ടുള്ളത് മൈക്രോ RNA ഡിസ്കവർ ചെയ്തതിനും അതുപോലെ ഈ മൈക്രോ RNA പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനും എന്ത് റോളാണ് വഹിക്കുന്നത് എന്നുള്ള കണ്ടുപിടുത്തത്തിനാണ് ഈ രണ്ട് സയന്റിസ്റ്റുകൾക്ക് മെഡിസിനിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് കിടക്കുകയാണ്. അടുത്ത കാറ്റഗറി ലിറ്ററേച്ചർ ആണ് വരുന്നത്. അപ്പോൾ ലിറ്ററേച്ചറിന്റെ അവാർഡും ഡിക്ലെയർ ചെയ്യുന്നത് സ്വീഡനിലുള്ള റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് തന്നെയാണ്. ഇത്തവണ ലിറ്ററേച്ചറിലുള്ള അവാർഡ് കിട്ടുന്നത് ഹാൻ കാങ് എന്ന് പറയുന്ന റൈറ്ററിനാണ്. ആള് ലിറ്ററേച്ചറിൽ അവാർഡ് വിൻ ചെയ്യുന്ന ഫസ്റ്റ് സൗത്ത് കൊറിയൻ റൈറ്റർ കൂടെയാണ് കേട്ടോ. അപ്പം ആളുടെ പോംസിലൊക്കെ ഹ്യൂമൻ ലൈഫിന്റെ ഫ്രജിലിറ്റിയും അതുപോലെ ഹിസ്റ്റോറിക്കൽ ട്രോമാസും ഒക്കെയാണ് കൂടുതലായിട്ട് പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തവണത്തെ നൊബേൽ പ്രൈസ് കിട്ടിയത്. അപ്പം ഹാങ് കാങ്ങിന് ഫോർ ഹെർ ഇന്റൻസ് പോയറ്റിക് പ്രോസ് ദാറ്റ് കൺഫ്രണ്ട്സ് ഹിസ്റ്റോറിക്കൽ ട്രോമാസ് ആൻഡ് എക്സ്പോസസ് ദ ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. ഓക്കെ,
അടുത്ത കാറ്റഗറി വരുന്നത് നൊബേൽ പീസ് പ്രൈസ് ആണ്. 2024 നൊബേൽ പീസ് പ്രൈസ് ആണ്. പീസ് പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നത് നോർവേജിയൻ നോബൽ കമ്മിറ്റിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത്തവണത്തെ നൊബേൽ പീസ് പ്രൈസ് കിട്ടുന്നത് നിഹോൻ ഹിഡാൻക്യോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഓർഗനൈസേഷൻ ആണ്. ഈ ജാപ്പനീസ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഹിരോഷിമ നാഗസാക്കി, നമുക്കറിയാലോ ഒരു ബോംബ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ബോംബ് എക്സ്പ്ലോഷൻ, ആ ഒരു ബോംബ് എക്സ്പ്ലോഷനിൽ സർവൈവ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ അവര് എന്താണ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇനി ആരും എന്ത് ചെയ്യരുത്, ഇതുപോലെ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യരുത്. അവരുടെ ലൈഫ് അവരെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടെസ്റ്റിമോണി, പല ആൾക്കാരുടെ ടെസ്റ്റിമോണി എടുത്തുകൊണ്ട് തന്നെ പറയുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇനി ആരും ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യരുത്, അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന്റെ അവർ നടത്തിയതിന്റെ എഫേർട്ടിനാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇത്തവണത്തെ നൊബേൽ പീസ് പ്രൈസ് കിട്ടുന്നത്. അപ്പം നിഹോൻ ഹിഡാൻക്യോ ഫോർ ഇറ്റ്സ് എഫേർട്സ് ടു അച്ചീവ് എ വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ത്രൂ വിറ്റ്നസ് ടെസ്റ്റിമോണി ദാറ്റ് ന്യൂക്ലിയർ വെപ്പൺസ് മസ്റ്റ് നെവർ ബി യൂസ്ഡ് അഗൈൻ. അപ്പം ന്യൂക്ലിയർ വെപ്പൺസ് ഇനി ഉപയോഗിക്കരുത് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഒരു എഫേർട്ടിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്തവണത്തെ നൊബേൽ പീസ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ അടുത്ത കാറ്റഗറി വരുന്നത് എക്കണോമിക് സയൻസ് ആണ്. എക്കണോമിക് സയൻസിൽ അവാർഡും ഡിക്ലെയർ ചെയ്യുന്നത് സ്വീഡനിലുള്ള റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് തന്നെയാണ്. അപ്പം ഇത്തവണത്തെ ആ ഒരു എക്കണോമിക് സയൻസിന്റെ അവാർഡ് കിട്ടുന്നത് 3 പേർക്കാണ്. ഡാരോൺ ആക്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിൻ റോബിൻസൺ. അപ്പൊ ഇവർക്ക് ഈ അവാർഡ് കിട്ടുന്നത് നമ്മളുടെ പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇന്റർവെൻഷൻ എങ്ങനെയാണ് നമ്മുടെ പ്രോസ്പെരിറ്റിനെ അഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതും അതുപോലെ ഇത് എങ്ങനെയാണ് നമ്മുടെ പ്രോസ്പെരിറ്റിനെ അഫക്ട് ചെയ്യുന്നതിന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവർക്ക് 3 പേർക്കും ഇത്തവണത്തെ എക്കണോമിക് സയൻസിന് വേണ്ടിയിട്ടുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 2024 കിട്ടിയ നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെയും അവർക്ക് ഏത് ഡിസ്കവറിക്കാണ് കിട്ടിയെന്ന് നമ്മൾ കണ്ടില്ല. അപ്പൊ എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഇതാണ്, ഏത് ഡിസ്കവറിക്കാണ് കിട്ടിയിട്ടുള്ളത്, അതായത് ഇപ്പം കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിൽ ഏത് ഡിസ്കവറിക്കാണ് കിട്ടിയിട്ടുള്ളത്, ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ ഒരു ചോദ്യമാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എക്സാം പെർസ്പെക്റ്റീവിൽ നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇനിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് 2024 നൊബേൽ പ്രൈസ് അവാർഡ് ചോദിക്കാൻ നല്ല തന്നെ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. അതുപോലെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ KS മെന്ററിൽ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്, അഡ്മിഷൻ എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ KS മെന്ററിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.